ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൃഷിയുടെ കേട്ടോ. ആ മുൾച്ചെടികൾ മറ്റേ നമ്മളെ ഇതുപോലെ തന്നെയാണ് ഇത് കള്ളിമുൾച്ചെടിയുടെ രൂപത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയിൽ ഒരുപാട് ഭാഗങ്ങൾ ഇതിൻ്റെ കൃഷി നടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ നല്ല ഭംഗിയുള്ള കടലാസ് പൂക്കളല്ലേ, കടലാസ് പൂക്കളാണ് അത്. ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഇപ്പോൾ അതിൽ ഉണ്ടായി വരുന്നുണ്ടല്ലോ, ആ കായ ഉണ്ടായി വരുന്നതൊക്കെ അതിൻ്റെ ശിഖരങ്ങൾ പോലുള്ള സംഭവങ്ങൾ ആ മാംസളമായിട്ടുള്ള ഭാഗം വരുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലേ സംഗതി. ഉണ്ടോ അതൊരു കായ ഉണ്ടാകുന്നുണ്ടോ. ഇതാണ് അതിൻ്റെ കായ എന്ന് പറയുന്നത് ഈ സംഗതി. അടിപൊളി. അപ്പോൾ ഇതിങ്ങനെ ഇനിയിപ്പോൾ പച്ച പഴുത്ത് വരുന്ന ആ ഒരു ഘട്ടം അത് നന്നായിരിക്കും, രസകരമായിരിക്കും സംഗതി. എന്തായാലും ഇപ്പോൾ പച്ച ഡ്രാഗൺ ഫ്രൂട്ട്സാണ് ഇപ്പോൾ നമുക്ക് ഇതിലൊക്കെ കാണാനായിട്ട് പറ്റുക. കുറേ അധികം എണ്ണത്തിൽ നമുക്ക് ആ കായ ഉണ്ട് കേട്ടോ. രസമല്ലേ ഇത്, ഇതിലൊക്കെ ആ കായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെയൊക്കെയാണ് രസം. അവിടെ എന്തൊക്കെയോ ഒരു വിളവെടുപ്പോ എന്തോ സംഗതി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വലിയ തോട്ടമാണ് കേട്ടോ സംഗതി, ചെറിയതല്ല, വലിയൊരു തോട്ടമാണ്. അവിടെ എന്തോ വളം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടി എന്തൊക്കെ നടക്കുക. അപ്പോൾ ഇതാണ് തോട്ടം, ഡ്രാഗൺ ഫ്രൂട്ട് അതാണ് സംഭവം. പൊളിയല്ലേ. അതിന് നനയ്ക്കുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓരോ ചെടിയുടെ താഴെയും വെള്ളമുണ്ട്. അതെങ്ങനെയാണ് കഥ.